ചിന്തകളുടെ അമിത ഭാരം കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ തല പൊട്ടിത്തെറിക്കാൻ പോണായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വലിയ ബിസിനസ് ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെയോ അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ വേഗത കുറക്കുന്നുണ്ടോ? ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നത് തലയിലൊരു വലിയ പർവ്വതം ചുമന്നുകൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ ഉരസലുകൾ, ഫ്രിക്ഷൻസ്, അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയുള്ള തടസ്സങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഭാരങ്ങളൊക്കെ അങ്ങ് ഇറക്കി വെച്ച് നിങ്ങളുടെ ഉള്ളിലെ ഊർജം ഒരു നദി പോലെ ലക്ഷ്യത്തിലേക്ക് ഒഴുകുന്ന ഒരു അപാരമായ ഒരവസ്ഥയുണ്ട്. അതാണ് ഫ്ലോ സ്റ്റേറ്റ്. പൗരാണികമായ ഇന്ത്യൻ തത്വങ്ങളിൽ ഇതിനെ ധ്യാനാവസ്ഥയിലുള്ള കർമ്മം എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ആ വ്യക്തിയും ഒന്നായി മാറുന്ന ഒരവസ്ഥ. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് നിങ്ങൾ ഈ ഫ്ലോ സ്റ്റേറ്റിലെത്തുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങൾ ബീറ്റ എന്നുള്ള ആ സ്റ്റേറ്റിന് പകരമായിട്ട് ആൽഫ അല്ലെങ്കിൽ തീറ്റ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ മൃഗത്തിൻ്റെ തലച്ചോറിലെ ഭയത്തിൻ്റെ തലച്ചോർ അതങ്ങ് പരിപൂർണമായും നിശബ്ദമാകും. ഭയം, സംശയം, മറ്റുള്ളവരെന്ന് ചിന്തിക്കുന്നത് എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും. ലോകം ഭരിക്കുന്ന ലീഡർമാരും വ്യവസായികളും തങ്ങളുടെ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ വമ്പൻ പ്രൊജക്റ്റുകൾ നടത്തുന്നത് ഈ ഒരു തലത്തിൽ, ഈ ഒരു സ്റ്റേറ്റിൽ നിന്നുണ്ടാ. അവിടെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സൃഷ്ടാവിൻ്റെ അപാരമായ ഊർജ്ജം ഒരു തടസ്സവുമില്ലാതെ നിങ്ങളിലേക്ക് ഒഴുകും. ഇന്നു മുതൽ ഈ അപാരമായ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തലയിൽ നിന്നുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് സുഗമമായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് പരിശീലിക്കുക. 1, മൾട്ടി ടാസ്കിങ് എന്ന വിഡ്ഢിത്തം അവസാനിപ്പിക്കുക. എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവും എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, കട്ട് ഇറ്റ് ഓഫ്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവോർജത്തിന് പലതായി ചിതറിക്കും. ഇത് ദുർബലതയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സേവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ലോകം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും എൻ്റെ ശ്രദ്ധ ഇതിൽ നിന്നും മാറില്ല എന്ന വാശിയോടെ, പൂർണ്ണ അധികാരത്തോടെ അതിലേക്ക് മാത്രം നിങ്ങളുടെ ഊർജത്തെ അങ്ങ് പ്രവഹിപ്പിക്കുക. 2, പ്രവേശന കവാടത്തിലുള്ള ആ ഉരസലുണ്ട്, ഫ്രിക്ഷൻ അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവപ്പെടുന്ന ആ മടിയും അലസതയൊക്കെ ഉണ്ടല്ലോ, അസ്വസ്ഥതയൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പഴയ, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തിൻ്റെ തലച്ചോറിൻ്റെ ഭയമാണ്. ഈ അസ്വസ്ഥതകളെ ഒരു സിഗ്നലായി കണ്ട് യാതൊരു ചിന്തകൾക്കും ഇടം കൊടുക്കാതെ, ഈ വക ചിന്തകൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ 3 സെക്കൻഡിനുള്ളിൽ പ്രവൃത്തിയിലേക്ക് എടുത്തുചാടുക. കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ആദ്യം ആ തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ അതങ്ങ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പതിയെ ആ ഫ്രിക്ഷനിലുള്ള ആ തടസ്സങ്ങളൊക്കെ അങ്ങ് ഒഴിവായി നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തും. 3, ലക്ഷ്യങ്ങളും നിങ്ങളും ഒന്നാവുക. ഫ്ലോ സ്റ്റേറ്റിലെത്തിയാൽ പിന്നെ വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അറിവിൻ്റെ ഒരു അഹങ്കാരമുണ്ടല്ലോ, ഇൻഡസ്ട്രിയിൽ ഒന്നാമനാകണമെന്നുള്ള ആ വാശിയുണ്ടല്ലോ, അവിടെ ഒരു ഇന്ധനമായിട്ട് അതങ്ങ് പ്രവർത്തിക്കട്ടെ. ഇതൊന്നും തടയാൻ നിൽക്കണ്ട. സമയവും കാലവും മറന്ന്, നമുക്കറിയാലോ, നമ്മളൊരു ജോലി വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോൾ അതിന് ജോലി എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അത് വിശ്രമം തന്നെ. അവിടെ സമയവും കാലമൊക്കെ മറന്ന് നമ്മൾ സങ്കോചമില്ലാതെ നിങ്ങളുടെ കർമ്മം അത്യുഗ്രനായിട്ട് അങ്ങ് ചെയ്യാം. നിങ്ങളിങ്ങനെ ഉരസലുകളിൽ, ഈ പറഞ്ഞ ഫ്രിക്ഷനിൽ കുടുങ്ങി, ഈ തടസ്സങ്ങളിൽ കുടുങ്ങി ഒന്നുമില്ലാതെ ജീവിച്ച് തീർക്കേണ്ടവനല്ല. തടസ്സങ്ങളെ തട്ടിമാറ്റി അപാരമായ ഊർജത്തിൽ വിജയത്തിലേക്ക് കുതിക്കാൻ കെൽപ്പുള്ള ജീവോർജം നിങ്ങൾക്കുള്ളിലുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7:30 തലയിലെ ഭാരങ്ങളൊക്കെ അങ്ങ് ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ആ ദൈവികമായ ഫ്ലോ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ മൈൻഡിനെ ട്യൂൺ ചെയ്യാറുണ്ട് ഓരോ ദിവസവും. ഏതായാലും ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, എനിക്കൊന്നും ഇനി മറച്ചു വെക്കാനില്ല, എനിക്ക് വേണം. ഈ ജീവിതം ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ മുന്നോട്ട് പോയില്ല, അത് വൃഥാവിലാകാൻ പാടില്ല. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് അതിവിടെ നടപ്പിൽ വരണം. ഇങ്ങനെ 2 കൽപ്പിച്ച് മുന്നോട്ട് അങ്ങോട്ട് നീങ്ങിയാലിട്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അപാരമായ ആ ഊർജ്ജം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങൾക്ക് സൃഷ്ടിച്ച് നൽകും. ആ ജീവിതം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ നമ്മളെപ്പോഴും ഭയപ്പെടുത്തുകയും പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ആ പഴയ മൃഗത്തിൻ്റെ ബ്രെയിൻ ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ശാശ്വതമായിട്ട് മോചനം വേണം. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ചിന്തകളുടെ അതിരുകളെ അത് ഭേദിക്കും. ആ വീഡിയോയിലേക്ക് നിങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുക. See you there.